ഹലോ മക്കളെ, +1 ഫൈനൽ എക്സാമിലോട്ട് കയറുമ്പോൾ നിങ്ങൾ ആദ്യം നേരിടാൻ പോകുന്ന സബ്ജക്റ്റ് എക്സാം കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കും. കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത കുറേ പാറ്റേൺ കാണുമായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് കുറവായിരിക്കും. അപ്പോൾ പുതിയ പാറ്റേൺ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇനി വരാൻ പോകുന്ന സബ്ജക്റ്റ് എക്സാമുകൾക്കെല്ലാം വരാൻ പോകുന്നത്. അപ്പം അതിനൊരു കംപ്ലീറ്റ് സൊല്യൂഷനുമായിട്ടാണ് നമ്മുടെ സൈലം വന്നിരിക്കുന്നത്. CS-ൻ്റെ കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ എന്തൊക്കെയാണ്? ഓക്കെ, നമുക്ക് നോക്കാം സ്റ്റഡി പ്ലാൻ എന്തൊക്കെയാണ്. നാളെ അഥവാ 9-ാം തീയതി രാവിലെ 9 മണിക്ക് നമുക്ക് 2 പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സാണ് ഡേറ്റ റെപ്രസെന്റേഷൻ ബൂളിയൻ ആൾജിബ്ര, അതായത് നമ്പർ കൺവേർഷൻ ഉണ്ട്, ബൂളിയൻ ആൾജിബ്ര ഉണ്ട്. സെക്കൻഡ് ചാപ്റ്റർ ആണ് ഈ പറഞ്ഞ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്, അത് അൽഗോരിതവും ഫ്ലോചാർട്ടും. രണ്ടും വെയിറ്റേജ് കൂടിയ യമകണ്ഠൻ ചാപ്റ്റേഴ്സ് തന്നെയാണ്. സോ അതിൻ്റെ ലൈവായിട്ട് നാളെ രാവിലെ 9 മണിക്ക് ഞാൻ വരുന്നുണ്ട്. മാത്രമല്ല മക്കളെ, ഇത് രണ്ടും വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് ആണ്. കാരണം ഡേറ്റ റെപ്രസെന്റേഷൻ ആണെങ്കിൽ 10 മാർക്ക് ചോദിക്കാറുണ്ട്, മറ്റേ നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ഏകദേശം 7 to 8 മാർക്ക് ചോദിക്കാറുണ്ട്. രണ്ടും വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് തന്നെയാണ്. നെക്സ്റ്റ് അടുത്ത ലൈവ് വരുന്നത് നാളെ തന്നെ വൈകുന്നേരം 7:30-ക്കാണ്. ഓക്കെ, 7:30 എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് പ്രോഗ്രാമിംഗ് സൊല്യൂഷൻസ്, പ്രോഗ്രാമിംഗ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? ഇൻട്രൊഡക്ഷൻ ടു C++ പ്രോഗ്രാമിംഗ്, ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്, അറേസ്, സ്ട്രിങ്, ഫങ്ഷൻസ്. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സിൽ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും വളരെ പ്രധാനപ്പെട്ട പ്രോഗ്രാമിങ്ങും പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ക്വസ്റ്റ്യൻസ്, പ്രധാനപ്പെട്ട കോഡ് ഫ്രാഗ്മെന്റ് ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം ഡിസ്കഷനോട് നാളെ വൈകുന്നേരം 7:30-ക്ക് ഞാൻ വരുന്നുണ്ട്. മക്കളെ, തീർന്നിട്ടില്ല. 10-ാം തീയതി അഥവാ പരീക്ഷയുടെ തൊട്ട് തലേ ദിവസം രാവിലെ 9 മണിക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് PYQൻ്റെ ഡിസ്കഷൻസ് ഉണ്ട്. PYQ എന്ന് 2027 മാർച്ച് മുതൽ ബാക്കിലോട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതിനകത്ത് മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരുന്നുണ്ട്, ഫൈനൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് സൊല്യൂഷനായിട്ട് ഞാൻ രാവിലെ 9 മണിക്കും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ലൈവ് ആയിരിക്കലും മിസ്സാക്കല്ല. മാത്രമല്ല വൈകുന്നേരം 7:30-ക്ക് നമ്മുടെ കംപ്ലീറ്റ് അഥവാ നമ്മുടെ ആണെങ്കിൽ 100% ഷുവർ ക്വസ്റ്റ്യൻസുമായിട്ട് സൂപ്പർ സിസ്റ്റം വരുന്നുണ്ട്. മക്കളെ, ഈ 4 ലൈവ്സുകൾ കണ്ടാൽ ഉറപ്പ്. മാത്രമല്ല അതിന്റെ എക്സാമിന്റെ ഇന്ന് രാവിലെ ആണെങ്കിൽ ബൂസ്റ്റർ ഡോസ് ഉണ്ട്, അതൊന്ന് റിവൈസ് ചെയ്യുകയാണ്. വീണ്ടും എന്താണ് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ റിവൈസ് ചെയ്യുകയാണ്. മക്കളെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാണേണ്ട ലൈവുകൾ ഈ 4 ലൈവുകളാണ്. അതായത് നാളെയും മറ്റേന്നാളുമുള്ള ലൈവുകളാണ്. ഒരിക്കലും ആ ലൈവുകൾ മിസ്സാക്കല്. അപ്പോൾ ഈ ലൈവുകൾ കാണുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ എങ്ങനെ ആൻസർ റൈറ്റ് ചെയ്യണം, നിങ്ങൾക്ക് ഒരു പേടി, ഒരു ഭയം മാറുന്ന ഒരു ലൈവുകൾ തന്നെയായിരിക്കും ഇത്. അതുകൊണ്ട് ഒരിക്കലും ഈ ലൈവുകളൊന്നും നിങ്ങൾ മിസ്സാക്കല്ലേ. ഈ സ്റ്റഡി പ്ലാനോട് കിടന്ന് നിങ്ങൾ മുന്നോട്ട് പോകുക. ബാക്കിയെല്ലാം സൈലം കണ്ടോളൂ.